ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമുള്ള കൊടുംവളവ് നിവർത്തണമെന്ന ആവശ്യം.
RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇന്നുച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. അടിമാലി അഗ്നിരക്ഷാ സേനയെത്തി തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നുച്ചയോടെയാണ് അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് വളം വിൽപ്പനയുമായി ബന്ധപ്പെട്ടെത്തിയ 2 പേർക്കാണ് ആദ്യം തേനീച്ചയുടെ കുത്തേറ്റത്. ഇവരുടെ ബഹളം കേട്ടെത്തിയ സമീപത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന പ്രദേശവാസികളായ മറ്റു 2 പേർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചു. പിന്നീട് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്കും തേനീച്ചയുടെ കുത്തേറ്റു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമുള്ള കൊടുംവളവ് നിവർത്തണമെന്നാവശ്യം. ഈ ഭാഗത്ത് റോഡിന് അശാസ്ത്രീയത ഉണ്ടെന്നും ഇത് തുടരെ അപകടങ്ങളൊക്കെ ഇടയാക്കുന്നുവെന്നുമാണ് പരാതി. ഇന്നലെ 2 വാഹനാപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ദേശീയപാതയിൽ അടിമാലി മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമാണ് അപകട സാധ്യത നിലനിൽക്കുന്ന കൊടും വളവുള്ളത്. ഈ ഭാഗത്ത് ഇന്നലെ 2 വാഹനാപകടങ്ങൾ സംഭവിച്ചു. അടിമാലിക്ക് വരികയായിരുന്ന പിക്കപ്പ് ലോറി വളവ് തിരിയുന്നതിനിടയിൽ റോഡിൽ തന്നെ മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. വാഹനം മറിഞ്ഞതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നും ഓയിൽ റോഡിൽ പരന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി അപകട സാധ്യത ഒഴിവാക്കി. കൊടുംവളവിറങ്ങി വന്ന വലിയ ലോറി അടിമാലിക്ക് വരികയായിരുന്ന കാറിലിടിച്ചാണ് മറ്റൊരപകടം നടന്നത്. കാറിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടങ്ങളിൽ ആർക്കും പരിക്ക് സംഭവിച്ചില്ല. നിർമ്മാണ ജോലികൾ നടക്കുന്ന ദേശീയപാതയുടെ ഈ ഭാഗത്ത് അശാസ്ത്രീയത ഉണ്ടെന്നും ഇതാണ് തുടരെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്നുമാണ് പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയില് മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത്. അവിടെ ഒരു നിന്ന് തിരിയുന്ന രീതിയിൽ കൊടും വളവുണ്ട്. ആ വളവ് ഒരു 10-20 മീറ്റർ മുമ്പോട്ട് റോഡ് കട്ട് ചെയ്താൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡുണ്ടാകും. അത് എന്തിനോ വേണ്ടിയെന്നറിയില്ല, വളരെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെ വീണ്ടും അങ്ങനെ തന്നെ നിർമ്മിച്ച് ബസ്സൊക്കെ തിരിക്കുമ്പോൾ വട്ടം കറങ്ങി തിരിഞ്ഞു വരുന്ന രീതിയിൽ വളരെ ദുർഘടമായ രീതിയിലാണ് ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത്. കൊടും വളവ് നിറഞ്ഞ ഈ ഭാഗത്ത് നിർമ്മാണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാതയോരത്തെ മൺതിട്ട നീക്കം ചെയ്ത് കൊടും വളവ് നിവർത്തണമെന്ന ആവശ്യം. റോഡിന് വീതിയുള്ളതിനാൽ വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ വളവ് നിവർത്തിയില്ലെങ്കിൽ വേഗതയിൽ വളവ് തിരിയുന്ന വാഹനങ്ങൾ റോഡിൽ തന്നെ മറിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല. എന്നാൽ മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷാകാലത്ത് മൂന്നാർ RRT സംഘം കാവലാണ്. പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. ആനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേടിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ആനപ്പേടിയില്ലാതെ പരീക്ഷ എഴുതുവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്നാർ RRT സംഘം കാവലായിട്ടുള്ളത്. ഗൂഡാർവിള ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായിട്ട് ഒരു 2 ആഴ്ചയായിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ഫോറസ്റ്റിൻ്റെ സേവനം RRTയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ രാവിലെ മൂന്നാർ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 6:30 ആകുമ്പോൾ എടുത്ത് സ്കൂളിൽ എത്തിക്കുകയും തുടർന്ന് ഈ പിള്ളേർ പരീക്ഷ എഴുതി തീരുന്നവരെ സ്കൂൾ പരിസരത്ത് തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്ത് കാട്ടാന വല്ലതും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അങ്ങനെ കാട്ടാന ഉണ്ടെങ്കിൽ അത് ഓടിച്ച് ഈ പിള്ളേർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാനാണ് RRT ടീം ഇവിടെ നിൽക്കുന്നത്. വിദ്യാലയത്തിനുള്ളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് ജാഗ്രതയോടെ RRT സംഘം കാവൽ നിൽക്കും. ആനകൾ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് RRT സംഘങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. கூடாரவிள ஸ்கூலில் டெப்யூட்டி அண்ணா போட்டிருக்கிறாங்க. அப்போ இந்த வருஷம் SLC எக்ஸாம் டியூட்டி தொடங்கினதுலேருந்து இப்போ காலையில் 6 மணிக்கு போய் கொஸ்டின் பேப்பர் எடுக்கணும். அப்போ எங்களுக்கு கூட ஃபுல் சப்போர்ட்டாக RRT வராங்க. இந்த படையப்பா யானையோட ஒரு தொல்லை இருக்கிறதுனால
RRT காலையில் 6:30 இங்கே கூட கொஸ்டின் பேப்பர் எடுத்து இங்கே கொண்டு வந்துட்டு எக்ஸாம் முடிக்கிற வரைக்கும் நல்ல பாதுகாப்புം കൊടുக்குறாங்க. കാട്ടാനകൾ സ്കൂൾ പരിസരത്തേക്ക് എത്തിയാൽ തുരത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെയും സംഘം കയ്യിൽ കരുതിയിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും RRT സംഘത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. വേനൽ കനത്ത കാട്ടാനശല്യം രൂക്ഷമായതു മുതൽ മൂന്നാറിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള RRT സംഘം കാട്ടാനകളെ തുരത്താനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ്. സിറ്റി വിഷൻ, മൂന്നാർ. മഹിളാ സാഹസയാത്രയ്ക്ക് രാജാക്കാട്ടിൽ സ്വീകരണം നൽകി. രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം AICC അംഗമായ അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും മയക്കുമരുന്ന് ലോബികളുടെ അഴിഞ്ഞാട്ടത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് രാജാക്കാട് ടൗണിൽ സ്വീകരണം നൽകി. രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും പര്യടനമാക്കുന്ന ആദ്യത്തെ പരിപാടി. ഞങ്ങളുടെ 1981 കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് ഭരണം നിർബന്ധമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ KPC പ്രസിഡന്റ് പ്രൊഫസർ KM ചാരിത്താൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും മണ്ഡലം പ്രസിഡന്റ് സിനി മൂലംകുഴി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മിനി സാബു, ജില്ലാ സെക്രട്ടറി മിനി ബേബി, ഗീത വരദരാജൻ, മണ്ഡലം ഭാരവാഹികളായ റെജീന ടെൻസൺ, വത്സ കുട്ടപ്പൻ, കോൺഗ്രസ് ഭാരവാഹികളായ തോമസ് രാജൻ, R ബാലൻപിള്ള, AP ഉസ്മാൻ, MB ജോസ്, ജോഷി കന്യാകുഴി എന്നിവർ നേതൃത്വം നൽകി. ആദ്യകാല മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും ത്രോബോൾ ദേശീയ മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ രാജാക്കാട് പഞ്ചായത്തിലെ 4 കായിക താരങ്ങളെയും ആദരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ ടൗണിൽ നൂൺവാക്കും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. വോളിബോൾ മത്സരവേദികളിൽ സ്ഥിരമായി കളി കാണാനെത്തുന്ന പാലാക്കാരൻ ജോസഫ് ഇത്തവണയും രാജാക്കാട് സാൻജോ വോളിബോൾ മത്സരം കാണാൻ മുല്ലക്കാനത്തെത്തി. എവിടെ വോളിബോൾ മത്സരം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ 65-കാരൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വോളിബോൾ മത്സരം കാണാൻ ജോസഫ് ചേട്ടൻ പോയിട്ടുണ്ട്. പാല, ചേർപ്പുങ്കൽ, പടിഞ്ഞാറേ വാരിക്കാട്ട് വീട്ടിൽ ജോസഫ് എന്ന ഈ 65-കാരൻ കഴിഞ്ഞ 35 വർഷമായി വോളിബോൾ മത്സരവേദികളിലെ സ്ഥിര സാന്നിധ്യമാണ്. മണർക്കാട്ടുള്ള ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് ജോസഫ്. മത്സരവിവരം അറിഞ്ഞാൽ അവധിയെടുത്താണ് മത്സരം കാണാനെത്തുന്നത്. മത്സരങ്ങൾ തീർന്നതിന് ശേഷമേ അദ്ദേഹം പോകുകയുള്ളൂ. ചെറുപ്പത്തിൽ വോളിബോൾ കളിക്കുമായിരുന്നു. സമീപകാലത്തുള്ള മികച്ച ടീമിനെ പറ്റിയും മികച്ച കളിക്കാരെ പറ്റിയും നല്ല നിശ്ചയമാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ വർഷവും മുല്ലക്കാനത്ത് കളി കാണാൻ അദ്ദേഹം പുകവലിയോ മദ്യപാനമോ ഇല്ലാത്ത ജോസഫ് ചേട്ടൻ വോളിബോൾ മത്സരങ്ങൾ കാണാനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ്. ഞാൻ കളി കാണാനായിട്ട് 10-25 വർഷമായി കളി കാണാൻ വേണ്ടത്. ഈ 5-8 കൊല്ലമായി ഞാൻ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ട്. കേരളത്തിലുള്ള എല്ലാ കളികളും ഞാൻ കാണാൻ പോകും. ജോലി എന്നതാ? ജോലി ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് കളി കാണാൻ പോകുമ്പോൾ അവധിയെടുത്ത് ഞാൻ കളി കാണാൻ പോകും. ജിമ്മി ജോർജിന്റെ കടുത്ത ആരാധകനായ ജോസഫ് ചേട്ടൻ 2 തവണ ജിമ്മി ജോർജിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യൂട്യൂബർ വോളി ഡോണർ പത്തനംതിട്ട വെച്ചുചിറക്കാരനായ ജെമിനൊപ്പമാണ് ഈ വർഷം മത്സരം കാണാൻ രാജാക്കാട് എത്തിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ CDSഉം ജെൻഡർ റിസോഴ്സ് സെന്ററും ചേർന്ന് വനിതാ ദിനാചരണവും നിയമബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. വളരെയധികം മുൻപന്തിയിലോട്ട് വനിതകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ ആയിരിക്കുകയാണ്. നമ്മുടെ മാർച്ച് 8 എന്ന് പറയുമ്പോൾ നമുക്ക് വനിതകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം. നമ്മളാണ് എല്ലാം എന്നറിയാം. എന്നിരുന്നാൽ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമയങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഉയർച്ചയും എല്ലാം പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരു ദിവസം തന്നെ നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാടിന്റെ വികസനത്തിന് വനിതകൾ എടുക്കുന്ന എത്രത്തോളം എഫർട്ട് ഉണ്ടെന്ന് നമ്മുടെ കുടുംബത്തില്. വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് വനിതാ ദിന സന്ദേശം നൽകി.
ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ KP വത്സ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷീല പ്രഭ നിയമബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലീഗൽ അതോറിറ്റി കോർഡിനേറ്റർ സിന്ധു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി സന്തോഷ്, CDS വൈസ് ചെയർപേഴ്സൺ സോഫി ബാബു, ഭാരവാഹികളായ ജാൻസി ഫ്രാൻസിസ്, ഷീല സിജു, സുലഭ ഹരിദാസ്, ഷാൻഡി ബിനോയ്, മിനി ഷാജി എന്നിവർ പ്രസംഗിച്ചു. ഹൈദരാബാദിൽ വെച്ച് നടന്ന മിനി ത്രോബോൾ ദേശീയ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ അഭിനവ് ബിനു, നവീന ഷിജോ, അക്ഷര ഷിബു, ആയുഷ് ഷൈജു എന്നിവർ ആദരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. വനിതാ ദിനത്തിൽ സമൂഹത്തിനായി നന്മകൾ ചെയ്ത് വ്യത്യസ്തയായ ഒരു അധ്യാപികയെ പരിചയപ്പെടാം. മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലബ്ബക്കട കൊച്ചുപറമ്പിൽ ലിൻസി സെബാസ്റ്റ്യനാണ് അധ്യാപനത്തിനൊപ്പം സാമൂഹ്യ സേവനത്തിനും സമയം കണ്ടെത്തി വ്യത്യസ്തയാവുന്നത്. മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലബ്ബക്കട കൊച്ചുപറമ്പിൽ ലിൻസി സെബാസ്റ്റ്യനാണ് അധ്യാപനത്തിനൊപ്പം സാമൂഹ്യ സേവനത്തിനും സമയം കണ്ടെത്തി വ്യത്യസ്തയാവുന്നത്. വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനത്തിനിടയിൽ കണ്ടെത്തിയ നിർധനരും ഭവനരഹിതരുമായ 8 വിദ്യാർത്ഥികൾക്കാണ് ഈ അധ്യാപിക മനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഭർത്താവ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ ജീവനക്കാരനായ സെബാസ്റ്റ്യനും മക്കളായ +1 വിദ്യാർത്ഥി ജോയൽ ജോർജ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ടോം തോമസ് എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ലിൻസി ടീച്ചർക്കൊപ്പമുണ്ട്.
എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതാ. ടീച്ചറെ എനിക്കൊരു വീട് വെച്ച് തരാമോ എന്ന്. അങ്ങനെയാണ് ശരിക്കും ആ രണ്ടാമത്തെ വീടിൻ്റെ പണി തുടങ്ങിയത്. അങ്ങനെ 1ഉം 2ഉം വീട് ഒന്നിച്ച് ഞങ്ങൾ തീർത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ. പിന്നെ 3ാമത്തെ വീടും ഒരു ഹയർ സെക്കൻഡറിയിലെ കുട്ടിക്ക് തന്നെയാണ് പണിത് കൊടുത്തത്. അത് ഇതുപോലെ ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ഒരു അമ്മയും മോളും തന്നെയുള്ള വീട്. 4ാമത്തെ വീട് പണിതെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ കാണാൻ വന്നിട്ട് സത്യത്തിൽ എന്നോട് പറഞ്ഞു, ടീച്ചർ വീട് വരെ ഒന്ന് വരാമോ, ഇവിടെ മറ്റപ്പള്ളി തന്നെയാണ്, ഒന്ന് വീട് വരെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച ഞാൻ വന്നേക്കാം. സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രകടനത്തിന് നിരവധി പുരസ്കാരങ്ങളാണ് ഈ അധ്യാപികയെ തേടി എത്തിയിട്ടുള്ളത്. കൂടാതെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡിനും അർഹയായിട്ടുണ്ട്. സ്കൂളിലെ ടീച്ചർ കോർഡിനേറ്ററായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസ് സൊസൈറ്റിക്കുള്ള അവാർഡും മുരിക്കാട്ടുകുടി സ്കൂളിനാണ് ലഭിച്ചത്. സുമനസ്സുകളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെയാണ് ഇത്രയും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാനായതെന്ന് ടീച്ചർ പറയുന്നു. തൻ്റെ വിദ്യാർത്ഥികൾക്ക് അധ്യാപിക എന്നതിനപ്പുറം എന്തും പറയാവുന്ന, പങ്കുവയ്ക്കാവുന്ന അമ്മ കൂടിയാണ് ലിൻസി ടീച്ചർ. നന്മയുടെ ഉറവുകൾ പറ്റാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ കാരുണ്യമായ ഈ അധ്യാപികയ്ക്ക് ലോക വനിതാ ദിനത്തിൽ ഹൃദയപൂർവ്വം ആദരവ് അർപ്പിക്കുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. പോയ വർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുൻപോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത കുടിശ്ശികയായവർക്ക് എതിരെ ആരംഭിച്ചിരിക്കുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോയ വർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുമ്പോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ പറഞ്ഞു. 1968 നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭയിൽ ജപ്തി നിരോധ ബില്ല് പാസ്സാക്കി. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ അങ്ങനെ ഒരു ബില്ലിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കോപ്പി കൊടുക്കുകയും പോലീസ് അധികാരികൾ അത് കാണുകയും ചെയ്ത് ഇന്നത്തേക്ക് അവർ തിരിച്ചു പോവുകയുണ്ടായി. ഇതേ രീതിയിലുള്ള നടപടികളുമായിട്ട് കൊന്നത്തടി പഞ്ചായത്തിലെ സാധാരണ കർഷകരുടെ മേൽ അവർ ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജനകീയമായി നല്ലൊരു പ്രതിരോധം തീർക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. വായ്പ കുടിശ്ശിക ഉള്ളവരുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഭൂമി അളന്നു തിരിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് കോൺഗ്രസ് നേതൃത്വം നൽകും. നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്നോട്ട് പോയില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ, ബിജു ജോർജ് മുക്കുടം, ബിജു കിഴക്കേ വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെൺമനയില്ലത്തെ ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവർ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാരശിലാസ്ഥാപനവും തിരുവാഭരണ സമർപ്പണവും നടന്നു. 2 ദിവസങ്ങളിലായാണ് കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നത്. ഉത്സവത്തിന്റെ 1ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം എന്നിവയും വൈകിട്ട് ദീപാരാധനയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശാഭിഷേകവും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. ഏറ്റവും വലിയ പ്രധാന വഴിപാടായ പൊങ്കാല സമർപ്പണമാണ്. അതിന് ഏറ്റവും വലിയ പ്രധാനം ഭക്തജനങ്ങൾ അവരവരുണ്ടാക്കിയ സാധനങ്ങൾ ഭഗവതിക്ക് നേരിട്ട് നേദിക്കാമെന്നുള്ളൊരു പ്രധാന കാര്യങ്ങൾ കൂടിയാണ് പൊങ്കാലയുടെ പറഞ്ഞത്. പൊങ്കാല സമർപ്പണം സർവ്വ ഐശ്വര്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ് പൊങ്കാല സമർപ്പണം.
പൊങ്കാല നിവേദ്യത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെൺമനയില്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാരശിലാസ്ഥാപനം നടന്നു. ക്ഷേത്രത്തിലേക്കായി വാങ്ങിച്ച തിരുവാഭരണ സമർപ്പണവും പുതിയതായി നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കലാപരിപാടികളും പൊങ്കാലയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷത്തോടനുബന്ധിച്ച് ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം രക്ഷാധികാരി TV നാരായണൻകുട്ടി, ക്ഷേത്ര ഭാരവാഹികളായ CK ബാബു, KP ബാബു, KR സുനിൽകുമാർ, ശൈല തങ്കച്ചൻ, സിന്ധു സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പരുന്തുംപാറയിൽ നിയമം ലംഘിച്ച് വിനോദസഞ്ചാരികളുമായി ജീപ്പിൽ ട്രെക്കിംഗ് നടത്തുന്നത് പതിവാകുന്നു. കുത്തനെയുള്ള മലമുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സഫാരി ട്രിപ്പുകൾ നടത്തുന്നത്. കുത്തനെയുള്ള പാറയ്ക്ക് മുകളിൽ വാഹനം കയറ്റാൻ പാടില്ലെന്ന സൂചനാ ബോർഡിന് മുന്നിലൂടെയാണ് അഭ്യാസ പ്രകടനം. വലിയ രീതിയിൽ അപകടം പതിയിരിക്കുന്ന പ്രകൃതി ഭംഗി നിറഞ്ഞ പരുന്തുംപാറയിൽ അപകട മുന്നറിയിപ്പാണ്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന പാറക്കൂട്ടങ്ങൾ. ഇതൊന്നും വകവയ്ക്കാതെയാണ് വിദേശ വിനോദസഞ്ചാരികളടക്കം കയറ്റി ട്രിപ്പ് ജീപ്പുകൾ പായുന്നത്, അതും പോലീസിന് മുന്നിലൂടെ. മുമ്പും നിരവധി ജീപ്പുകൾ മലമുകളിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ വാഹനം തലകീഴായി മറിഞ്ഞ അപകടങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ചില ജീവനുകൾ തന്നെ നഷ്ടമായിട്ടുമുണ്ട്. എന്നിട്ടും ഈ സാഹസിക അപകടയാത്രയ്ക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിനെ പോലും ഗൗനിക്കാതെ പാറപ്പുറത്തുകൂടി സാഹസിക യാത്ര നടത്തുന്നവർക്കെതിരെ നടപടിയില്ല. ഇത് പരുന്തുംപാറയിലെ സ്ഥിരം കാഴ്ചയാണ്. നിരന്തുകളിൽ മാത്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുന്ന നിയമലംഘനം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമുള്ള കൊടുംവളവ് നിവർത്തണമെന്ന ആവശ്യം. RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈറേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമാ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമാ സിൽക്സ്, നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.